Hi, bye bye. Hi, bye bye. ഒരു ഹായ് പറയാൻ പറഞ്ഞതിന് ഹായും ബായും എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു കേട്ടോ ആള്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഗോവയിലേക്ക് വന്നതും ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 15 ദിവസത്തേക്ക് നമ്മുടെ ഹോം ഇതാണ് കേട്ടോ. അടുത്ത 15 ദിവസത്തേക്ക് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറയുക, അടുത്ത 15 ദിവസം നമ്മൾ ഈ ഒരു ഹോട്ടലിൽ തന്നെ ആയിരിക്കും. ഇതിനിടയിൽ വേണം നമുക്ക് ഗോവയിൽ പുതിയൊരു വീടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഗോവയിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രഭാതമാണിത്. നല്ല അടിപൊളി ഒരു ഫ്രഷ് മോർണിംഗ് ആണ്. അപ്പം നമ്മളൊക്കെ രാവിലെ എണീറ്റ് ഫ്രഷ് ഒക്കെ ആയതാ നേരെ താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പോയി നോക്കാം രാവിലത്തെ ഇവിടുത്തെ ഫുഡും വിശേഷവും ഒക്കെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇതിനകത്ത് ആമയുണ്ട് ഗീസ്. അതാണ് വന്നപ്പോൾ തൊട്ട് വാമിക്കുട്ടി ഇതിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. 5-6 ആമയുണ്ട് ഇതിനകത്ത്. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് മാറിയിരിക്കുന്നുണ്ടാവും ഗൈസ്. വേറൊന്നുമല്ല, ക്ലൈമറ്റ് മാറിയതിൻ്റെയാണ്. എനിക്ക് ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്. എനിക്ക് ക്ലൈമറ്റ് മാറിയ അപ്പം സുഖമെല്ലാം ഉണ്ടാവും കേട്ടോ. ഇപ്പം എന്തായാലും തൽക്കാലം ഒരു ജലദോഷം മാത്രമേ വന്നിട്ടുള്ളൂ. അതിലിങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് ഞാൻ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒപ്പം ഒരു പ്രോപ്പർ ആംബിയൻസ് വരുന്ന ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ്. അപ്പോൾ ഇന്നത്തെ ബൊഫയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഓടിച്ചു പോയിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ. ദൈവമേ, ഇവിടെ ഗ്ലാസ് ഒക്കെ ഓരോന്നായിട്ട് തട്ടി തറയിടുന്നുണ്ട്. എല്ലാം പൊട്ടുന്ന ഐറ്റംസ് ആണ് ഗൈസ്, അതാണ് പേടി. ഗൈസ്, അപ്പോൾ ഇത് ബൊഫെ കൗണ്ടറിലേക്ക് നോക്കിയാൽ കണ്ടോ ഹെൽത്തി ഓപ്ഷൻസും ട്രഡീഷണൽ ഡിഷസും ഒക്കെ ആയിട്ട് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അതാ ആദ്യം തന്നെ ഹെൽത്തി ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഡീറ്റോക്സ് വാട്ടറും ബട്ടർ മിൽക്കും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും ഒക്കെ ഉണ്ട്. പിന്നെ ഡെസേർട്ട് സൈഡിലേക്ക് നോക്കിയാൽ കേക്ക് സ്ലൈസുകൾ, ഓറഞ്ച് ചോക്ലേറ്റ് ഫ്ലേവറുള്ള സോഫ്റ്റ് മഫിൻസ്, പിന്നെ ഈ സാലഡ് കൗണ്ടറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ, കടല, ബോയിൽഡ് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, പിന്നെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കോൺഫ്ലെക്സ്, ചോക്കോസ്, പിന്നെ ബോയിൽഡ് എഗ്, പിന്നെ നല്ല ചൂട് പോഹ, പാത്തൽ ബാജി, പിന്നെ പാവ്. ഇതൊക്കെ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ നോർമൽ കേടും പിക്കിളും ഒക്കെയാണ്. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എന്താ നമ്മുടെ സാമ്പാർ. സാമ്പാർ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇത് നമ്മുടെ നോർമൽ തേങ്ങാ ചട്നി ഉണ്ട്, പിന്നെ പീനട്ട് ചട്നി ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫേവറേറ്റ് ആയ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല ബ്രൗൺ ബ്രെഡും വൈറ്റ് ബ്രെഡും ഒക്കെ ഉണ്ട്. പിന്നെ ടോസ്റ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ ജാമും ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോഫി ഉണ്ട്, ടീ ഉണ്ട്, മിൽക്ക്, അങ്ങനെ നമ്മുടെ നോർമൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിനി നല്ല ചൂടോടെ സ്പെഷ്യലായിട്ട് വല്ല ദോശയോ ഓംലേറ്റോ പൂരിയോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്താൽ മാത്രം മതി. അവർ കിച്ചണിൽ നല്ല തത്സമയം ഉണ്ടാക്കി ചൂടോടെ നമ്മുടെ ടേബിളിൽ എത്തിച്ചേരും. അപ്പോൾ ഗൈസ്, ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. അടിപൊളി റിസോർട്ടാണ്. ഞാൻ തൊട്ട് മുമ്പത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒട്ടിയമ്പൈ ഒട്ടേറ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. ഗോവയിലെ പോർവോറിയം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊരു പ്രോപ്പർ 4-star കാറ്റഗറി റിസോർട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് എക്സലന്റ് ആണ്. നമ്മൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ സെറ്റാക്കി തരും. റൂം സർവീസ് ഒക്കെ ഭയങ്കര ക്വിക്കാണ് കേട്ടോ. അടുത്തത് ഇവിടുത്തെ വൃത്തിയും ആംബിയൻസും ആണ്. പ്രോപ്പർട്ടി മൊത്തത്തിൽ ഭയങ്കര ക്ലീൻ ആണ്. റൂംസ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസും സൂപ്പർ വൈബും ആണ്. ഫാമിലി ആയിട്ട് വന്ന് പീസ്ഫുൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോട്ടാണ് കേട്ടോ.
പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം, ലഞ്ചിന്റെയും ഡിന്നറിന്റെയും കാര്യം എനിക്ക് വലിയ ധാരണയില്ല. കാരണം നമ്മൾ ഈ സമയം കൂടുതലും ഫുഡ് കഴിച്ചിരുന്ന പുറത്തുനിന്നായിരുന്നു. പിന്നെ രാവിലത്തെ ബഫേയിൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഹെൽത്തി ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് വൺ വെറൈറ്റി സ്പ്രെഡ് ആണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഐറ്റംസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ടേസ്റ്റി ആയിരുന്നു. ഇനി എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇവിടുത്തെ ഒരു റേറ്റ് എത്രയാകും എന്നുള്ളത്. ഇതൊരു 4 സ്റ്റാർ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ റൂം റെന്റ് വരുന്നത് ഒരു പെർ നൈറ്റ് ഒരു 5000 6000 വരെയൊക്കെ ആയിരിക്കും. പിന്നെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന എന്നാൽ നല്ലൊരു ലക്ഷറി ഫീൽ തരുന്ന വാല്യൂ ഫോർ മണി ഓപ്ഷൻ തിരിയുന്നവർക്കാണെങ്കിൽ ഒട്ടയം ബൈ ഒട്ടേറ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഗോവയിലെ ആദ്യത്തെ ദിവസവും അതുപോലെ റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ. ഇനി ഗോവയിലെ പുതിയ കാഴ്ചകൾ കാണാനും പുറത്ത് പോയിട്ട് പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ ഹൗസ് ഹണ്ടിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടിപൊളി ഗോവൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.